ഞാൻ പേഴ്സണലി അനുമോളെ നല്ല രീതിക്ക് സ്നേഹിക്കുന്ന ഒരാളാണ്. നോക്കൂ നിങ്ങൾ, ഭുവനേഷിന്റെ അമ്മയാണ്, അടിപൊളി അമ്മയാണ്. നോക്കൂ നിങ്ങൾ, എന്തൊരു അമ്മയാണല്ലേ ഭുവനേഷിന്റെ അമ്മ, അടിപൊളി അമ്മയാണ്. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അനുമോളെ അത്രയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ വോയിസാണ്, ഏതോ ഒരു മഹത് വ്യക്തിയാണ്. ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വോയിസാണ് കൈ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു നിമിഷത്തിൽ നമ്മളൊരിക്കൽ വന്നു ചേർന്നൊരു വോയിസ് എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ കണ്ടീഷനിൽ നമുക്ക് ഇങ്ങനത്തെ ഇതുപോലെ ഒരാളെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുന്ന, വളരെ ആധികാരികമായി വർണ്ണിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മളിലേക്ക് എത്താറില്ല. പക്ഷെ ഇത് എങ്ങനെയോ സത്യം പറയാലോ, നമുക്ക് പ്രേക്ഷകർക്ക് അനുമോളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ മഹത് വചനങ്ങളാണ്. നമുക്ക് ആ കാര്യങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഇയാളുടെ ഈ സംസാരം കേൾക്കുന്ന സമയത്ത് ഇയാൾ അനുമോളുടെ കുടുംബത്തിനായിട്ടും വളരെ 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 ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. മനസാക്ഷി സൂക്ഷിപ്പുകാരനാണെന്ന് വരെ സംശയം തോന്നിപ്പോയി. അനുമോളുടെ മാത്രമല്ല, അനുമോളെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനെ നമ്മളിപ്പോൾ ഈ ഒരു ചാനലിലൂടെ അങ്ങനെ ഇതിലൂടെയാണല്ലോ മാത്രമല്ല കാണുന്നത്, പെട്ടെന്നാണല്ലോ അറിയുന്നത്. പക്ഷേ ഇയാളുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഈ വ്യക്തിയും ഇദ്ദേഹം എത്രയോ വർഷങ്ങളായിട്ട് ഇവരുടെ ഇടയിലാണെന്ന് തോന്നിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദരേഖ ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. ആ ഒരു ശബ്ദരേഖ നമ്മുടെ ചാനലിലൂടെ നമ്മൾ വിടുന്നതിൽ അത്രയധികം അഭിമാനിക്കുന്നു. പിന്നെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ചില കാര്യങ്ങൾ അനുമോളും ഈ വ്യക്തിയെക്കുറിച്ച് പറയും. ഈ വ്യക്തിയെക്കുറിച്ച് തന്നെ മനസ്സിലാവുന്നുണ്ട്, ഈ വ്യക്തിയെക്കുറിച്ച് അനുമോളും പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ഓഫ് ഓൾ വിവാഹമംഗളാശംസകൾ. വളരെ സന്തോഷമായിട്ടും ഹാപ്പി ആയിട്ടും നല്ലൊരു ജീവിതം ആശംസിക്കുന്നു. ഒന്ന്, പിന്നെ നമുക്കിപ്പോൾ അനുമോൾ എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ബിഗ് ബോസ് വിന്നറാണ് അല്ലേ. ബിഗ് ബോസിൻ്റെ സമയത്ത് എൻ്റെ ചാനൽ കണ്ടിരുന്നത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഞാൻ അനുമോളെ എല്ലാം സപ്പോർട്ട് ചെയ്തിരുന്നത്, അനുമോളെ ചില വിഷയങ്ങളിൽ സപ്പോർട്ട് ചെയ്തിരുന്നു, പക്ഷേ അനുമോളെല്ലാം സപ്പോർട്ട് ചെയ്തിരുന്നു. ഞാൻ അനീഷിനായിരുന്നു സപ്പോർട്ട് ചെയ്തിരുന്നത്. ഒന്നും അതിനെക്കുറിച്ച് പറയാതിരിക്കുക, ഇനിയിപ്പോൾ അങ്ങോട്ട് കിടക്കില്ല. ബിഗ് ബോസ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അവരുടെ റിയൽ ലൈഫിലാണ് വളരെ ശുഭകരമായിട്ടുള്ളൊരു കാര്യത്തിലേക്ക് അവർ കടന്നുകൊണ്ടിരിക്കുക. അവരുടെ ലൈഫിലേക്ക് അവർ കടന്നു. അവർക്ക് വളരെ നല്ല രീതിയിൽ അവർ നെഗറ്റീവ്സ് ഒന്നും കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യാതെ നല്ല രീതിയിൽ പോട്ടെ. ഇപ്പോൾ അവർ മീഡിയക്കൊക്കെ വേണ്ട രീതിയിൽ മാത്രമേ എക്സ്പോഷർ കൊടുക്കുന്നുള്ളൂ. ആ ഒരു എക്സ്പോഷർ കൊടുത്തിട്ട് അവർ മുന്നോട്ട് പോട്ടെ. നമുക്കിപ്പോൾ ബിഗ് ബോസ് ഹൗസിനകത്ത് പല എതിർപ്പുകളും ഉണ്ടായിരിക്കാം. അതൊരു ഗെയിം ഷോ ആണ്. അപ്പോൾ ആ ഒരു ഗെയിം സ്പിരിറ്റിലെടുത്ത് ഞാൻ അതിന് ശേഷം അനുമോൾ പുറത്തിറങ്ങിയതിന് ശേഷം ഒന്നും പറഞ്ഞിട്ടില്ല. ബിക്കോസ് ആ ഒരു ഗെയിം ഷോയിലൂടെയാണ് അനുമോളെ നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മൾ ആ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള ഗെയിമിനാണ്. പക്ഷേ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്, എതിർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു നമ്മുടെ സീരിയസ് ടോപ്പിക്കിലേക്ക് വരണം. ഒരു മഹത് വ്യക്തിയുടെ വോയിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ശബ്ദം പല വിഷയങ്ങൾ വരുന്ന സമയത്തും ഭയങ്കര അശരീരിയായി മുഴങ്ങി കേൾക്കുന്ന ഒരു ശബ്ദമാണ്. ഒരുപാട് ഒരുപാട് സെലിബ്രിറ്റീസുമായിട്ട് വളരെ ക്ലോസ് കോൺടാക്റ്റ് വെക്കുന്ന ഒരു വ്യക്തി എന്നുള്ള കണ്ടീഷനാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ബിഗ് ബോസ് എന്ന് അറിയപ്പെടുന്നത് സോഷ്യൽ മീഡിയയിൽ. കാരണം അത്ര അധികം ആൾക്കാരുടെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ ഒരുപാട് ബിൽഡപ്പ് തന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഞാൻ കളയുന്നില്ല. നിങ്ങൾ വിചാരിക്കും എന്താ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ളത്. പക്ഷേ ഒരുപാട് ബിൽഡപ്പ് തന്നിട്ട് ഞാൻ ഈ ഒരു മൊമെൻറ്റിനെ കില്ല് ചെയ്യുന്നില്ല. ഇദ്ദേഹത്തിന് കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുണ്ട്. അതിനുശേഷം നമുക്ക് ആരാണ് ഈ വ്യക്തി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ഇതിനോട് സപ്പോർട്ട് ചെയ്യുന്നുള്ളത് നിങ്ങൾ അറിയിക്കേണ്ട കമൻറ്റ് ബോക്സിലാണ്. ഓക്കെ, ഞാൻ അദ്ദേഹത്തിൻ്റെ വോയിസിലേക്ക് കിടക്കാം. ഈ നിമിഷം ഇത്രയും മഹത് വ്യക്തി ആയതുകൊണ്ട് നമ്മുടെ സ്ക്രീനിൽ ഇയാളെ ഫോട്ടോ കൊള്ളാത്തത് കൊണ്ടും അങ്ങനത്തെ പല കാരണങ്ങൾ കൊണ്ടും ഇയാളുടെ നമ്മുടെ ഫോട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നില്ല. തൽക്കാലം നമുക്ക് ഇന്ന് അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ വോയിസ് കേൾക്കാനുള്ളൊരു ഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അനീഷ് ഒരു കാര്യം പറയാം. അനീഷിനോട് എനിക്ക് പറയാനുള്ളത്, മോനെ അനീഷേ, അതായത് എല്ലാവരുടെ ജീവിതത്തിലും സങ്കടം വരുന്നുണ്ട്. ഈ ഒരു സമയം 2-3 മാസം കഴിഞ്ഞാൽ ശരിയാവും. ഇനി സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. എൻ്റെ പെണ്ണ് പോയല്ലോ. ഇപ്പോൾ ആണായിട്ട് ജനിച്ച എല്ലാവരും ഏതെങ്കിലും ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, അത് കിട്ടുന്നില്ല. അതാണ് ലൈഫ്. അവളെ തന്നെ വിവേകാനന്ദൻ, ശ്രീനാരായണ ഗുരു, എനിക്ക് തോന്നുന്നു പിന്നെ APJ അബ്ദുൽ കലാം, ഇതുപോലെ മഹത് വ്യക്തികൾ ഞാൻ പഴയ കുറേ നമ്മുടെ മഹാന്മാരെ സ്മരിച്ചു പോവാണ്. അതുപോലത്തെ ആൾക്കാർക്ക് പോലും പറഞ്ഞു തരാൻ പറ്റാത്ത രീതിയിലുള്ള വചനങ്ങളാണ് ഇദ്ദേഹം അനീഷിന് പറഞ്ഞു കൊടുക്കുന്നത്. സീരിയസ്ലി ഇദ്ദേഹത്തിന് ശിക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പരിപാടി കിട്ടുമെങ്കിൽ അതാണ് ഞാൻ നോക്കാം. കാരണം വെച്ചാൽ അനീഷിനൊക്കെ ഇതിലേക്ക് കൂട്ടിക്കുഴച്ചു കൊണ്ടുവരികയാണ്. അനുമോള് വിവാഹം കഴിച്ചു, അനുമോള് ആ പയ്യൻ്റെ കൂടെ സുഖമായിട്ട് ജീവിക്കുന്നു, അതൊരു വഴിക്ക് പോവാണ്. പക്ഷെ അതല്ല, നമ്മളെന്താ വെച്ചാൽ അപ്പുറത്ത് എന്തോ കാണിച്ച് എവിടെയോ ഇരിക്കുന്ന അനീഷിനൊക്കെ പിടിച്ചു വലിച്ച് കൊണ്ടുവരികയാണ് അനാവശ്യമായിട്ട്. വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? നോക്കൂ നിങ്ങൾ, എന്തൊരു അമ്മയാണല്ലേ ഭുവനേഷിന്റെ അമ്മ, അടിപൊളി അമ്മയാണ്. നമ്മുടെ അനുമോൾ ഭുവനേഷിന്റെ വീട്ടിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഭുവനേഷിന്റെ വീട് മൊത്തത്തിൽ കാണാൻ പറ്റും. കോടീശ്വരനാണെന്നാണ് കിട്ടുന്ന വിവരം. ഭുവനേഷിന്റെ ജോലി എന്തെന്ന് അറിയത്തില്ല പൊന്നു പ്രേക്ഷകരെ, അറിഞ്ഞാൽ ഞാൻ പറയാം. ഓക്കെ, ഞാൻ പേഴ്സണലി അനുമോളെ നല്ല രീതിക്ക് സ്നേഹിക്കുന്ന ഒരാളാണ്. നോക്കൂ നിങ്ങൾ, ഭുവനേഷിന്റെ അമ്മ. ഇദ്ദേഹം അനുമോളെ വളരെ പേഴ്സണലി സ്നേഹിക്കുന്ന ഒരു ആളാണ്. ഒരു പക്ഷേ ചിലപ്പോൾ അനുമോൾക്ക് ചിലപ്പോൾ ഭാഗ്യം ഉണ്ടായിരിക്കില്ല ഇദ്ദേഹത്തിൻ്റെ സ്നേഹം ഏറ്റുവാങ്ങാൻ.
അപ്പോൾ നിർഭാഗ്യവതിയായ അനുമോൾ അല്ലേ? ആണ്, അടിപൊളി അമ്മയാണ്, അനുമോൾക്ക് നല്ല സ്നേഹമാണ്. ഒരു കുഞ്ഞുകാരി അമ്മേനെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് വർണ്ണിക്കുന്നുണ്ട്. കൂടി പറയാം, അതായത് ഇതിനു മുമ്പും അനുമോൾ ഈ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അതായത് നിരവധി തവണ അനുമോള് ഭുവനേഷിന്റെ വീട്ടിലേക്ക് ഇതിനു മുമ്പും പോയിട്ടുണ്ട്. അതായത് അതെ, ഇതൊക്കെ പോകുന്ന സമയത്ത് ഇദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹം അവിടെ സന്നിഹിതനായിരുന്നു. ഇതുപോലത്തെ പല സെലിബ്രിറ്റീസും പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്തും, അല്ലെങ്കിൽ പല സെലിബ്രിറ്റീസിൻ്റെ ജീവിതത്തിലും പല പല കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്തും ഇദ്ദേഹം ആ നിമിഷം അവിടെ ഉണ്ടായിരുന്നു. അതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അതായത് ഭുവനേഷും അനുമോളും പ്രണയ വിവാഹമാണ് എന്നാണ്, ചുരുങ്ങിയ കാലം കൊണ്ട് പ്രണയത്തിലായിരുന്നു എന്നാണ് കേൾക്കുന്ന വിവരം. ഓക്കെ, ഇല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഈ പറയുന്ന തമിഴനെയൊക്കെ അനുമോൾ സെലക്ട് ചെയ്യോ? ചേടാ എന്തടാ ഇത്, ഒന്നും കൂടി കേൾക്കാം. മഹത് വചനങ്ങളാണ്, പിന്നീട് കേൾക്കാൻ പറ്റില്ല. വിവരം. ഓക്കെ, ഇല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഈ പറയുന്ന തമിഴനെയൊക്കെ അനുമോൾ സെലക്ട് ചെയ്യോ? ഇവരും വലിയ സ്നേഹത്തിലായിരുന്നു. ഇല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ അനുമോൾക്ക് എവിടുന്ന തമിഴനെ കിട്ടുക? അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ തമിഴനല്ല തമിഴൻ. അനുമോൾ ഒരുപാട് വർഷമായി സ്നേഹത്തിലായിരുന്നു. ഇല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ എവിടുന്ന് അനുമോൾക്ക് ഒരു തമിഴനെ കിട്ടുക? നമുക്കൊക്കെ സുപ്രഭാതത്തിൽ തമിഴനെ കിട്ടൽ അങ്ങാടി പോകുമ്പോൾ കൂലിക്ക് നിൽക്കണ ആൾക്കാരെയാണ്. അല്ലെങ്കിൽ സുപ്രഭാതത്തിൽ അനുമോൾക്ക് എവിടുന്ന ഒരു തമിഴനെ കിട്ടുക? അനുമോൾക്ക് എവിടുന്ന് ഈ സുപ്രഭാതത്തിൽ ഒരു തമിഴനെ കിട്ടി? നിലവിൽ കിട്ടുന്നത് വിവരം 4 വയസ്സിന് ചെറുതാണ് ചെക്കൻ അനുമോളെക്കാല്. ഓ മൈ ഗോഡ്, ഡേറ്റ് ഓഫ് ബർത്ത് വരെ അറിയാം ഇദ്ദേഹത്തിന്. ഇദ്ദേഹം ഏതോ ഇദ്ദേഹം റോത്ത ആളാണോ? ഇദ്ദേഹം ഏതോ കേന്ദ്ര ഇന്റലിജൻസ് സേനയാണോ സംശയം? കാരണം 4 വയസ്സിന് ഇളയതാണ്. എന്തൊക്കെ വിവരങ്ങളാണ് ഭഗവാനെ. അത് കുറെ പേർക്ക് പിടിച്ചിട്ടില്ല. എന്ത് പറയാനാണ്, അനുമോളുടെ ഭാഗ്യം ഇങ്ങനെ ഒരു ചെക്കന് കിട്ടിയത്. ആ ചെക്കന്റെ ഭാഗ്യമാണോ? വല്ലാത്തൊരു മൂഡാണ് ഇത് കാണുമ്പോൾ പൊന്നു പ്രേക്ഷകരെ. ഓ, ഇതിനു മുന്നേ ഈ ഒരു വചനം ജഗതിച്ചേട്ടൻ മാത്രമേ പറഞ്ഞുള്ളൂ. നല്ല മൂഡല്ലേ, വല്ലാത്തൊരു മൂഡാണ് ഇത്ര ഇത് കാണുമ്പോൾ. ആ മൂഡൊന്നും കൂടി കേൾക്കാം. ഓഹ്, ഭാഗ്യം ഇങ്ങനെ ഒരു ചെക്കന് കിട്ടിയത്. ആ ചെക്കന്റെ ഭാഗ്യമാണോ? വല്ലാത്തൊരു മൂഡാണ് ഇത് കാണുമ്പോൾ പൊന്നു പ്രേക്ഷകരെ. അതായത് ഈ പറയുന്ന തങ്കച്ചനെ അനീഷിനെ ഒന്നും കമ്പയർ ചെയ്തിട്ട് അനുമോൾക്ക് നെഗറ്റീവ് കമന്റ് ആരും ഇടാതിരിക്കുക. അത് ഇന്നസെന്റ് ചോദിക്കുന്നത് അതെന്തിനാണ് ഇപ്പം അവിടെ പറഞ്ഞത്? എന്തിനാ അനുമോളുടെ ഒരു കേസ് വരുന്ന സമയത്ത് തങ്കച്ചനെയും അനീഷിനൊക്കെ എടുത്തിടുന്നത്? എനിവേയ്സ്, ഈ ഒരു ശബ്ദം ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കേട്ടിട്ടുണ്ടായിരിക്കും. ഇദ്ദേഹമാണ് പല പല സെലിബ്രിറ്റീസിൻ്റെ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, നമുക്കൊന്നും അറിയാത്ത കാര്യങ്ങൾ പല ആൾക്കാരിലേക്കും എത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി. നല്ല തംബ്നെയിലുകളൊക്കെ കൊടുത്ത് നല്ല കാര്യങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ച് ആധികാരികമായി പറഞ്ഞ് സംസാരിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ്. എന്തെങ്കിലും ഒരു കാലം ഇദ്ദേഹത്തിൻ്റെ മുഖം നിങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇന്ന് അനുമോളുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഇതുപോലത്തെ വീഡിയോസ് അടിച്ചു പടച്ചു വിടുന്ന ആൾക്കാർക്ക് അഗെയിൻസ്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അഗെയിൻസ്റ്റായിട്ടാണ് അനുമോൾ പറഞ്ഞിട്ടുള്ളത്. ഞാൻ എൻ്റെ ഒരു കാര്യം തന്നെ തുടക്കത്തിൽ പറഞ്ഞു, ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. പക്ഷേ ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷം അവർക്ക് അവരുടെ വഴി നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഒരു പ്രീവിയസ്ലി നമ്മൾ കണ്ട ആൾക്കാരെക്കാളും, അതായത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് മെഴുകിയ ആൾക്കാരത് ചെയ്യുന്ന അതൊന്നും ചെയ്യാതെ സ്വന്തം കാര്യം നോക്കി നമുക്ക് എന്താണോ കിട്ടിയിട്ടുള്ളത് അതിൻ്റെ പൊട്ടൻഷ്യൽ ആ കാര്യങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ഓക്കെ, ഏതായാലും നല്ലൊരു പയ്യൻ, രണ്ടുപേരും കൂടി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ. ഞാൻ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. ഒരുപാട് പേര് എന്താ പറയണ്ടേ, ഭുവനെ ഒരുപാട് പേര് കമൻസിൽ മലയാളത്തിൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഭുവൻ സൂപ്പറാണ്, കാണാൻ ക്യൂട്ടാണ്, നന്നായിട്ടുണ്ട് എന്നൊക്കെ. ഓക്കെ, അതിൻ്റെ കൂടെ നെഗറ്റീവും ഇടുന്നുണ്ട് കുറച്ച് പേര്. അതാരാ ഒരു പണിയില്ലാത്ത പറയണം. രാവിലെ ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു കാര്യം പറയട്ടെ ഇന്ന് ഞാൻ കുറച്ച് മുമ്പ് അറിഞ്ഞില്ല അല്ലേ? അല്ല, ഇന്ന് രാവിലെ എൻ്റെ ചേച്ചി എനിക്കൊരു അതുണ്ട്, എന്നിട്ട് ഫോൺ ഇവിടെ കാണിച്ചു കൊടുക്കാം. ഡിലീറ്റ് ചെയ്താ? അവൻ ഡിലീറ്റ് ചെയ്താ? അല്ല, സ്ക്രീൻഷോട്ട് ഉണ്ട് എൻ്റെ. ഒരാള് എൻ്റെ ഭുവൻ്റെയും ക്യാപ്ഷൻ കൊടുത്ത് അനുമോൾ വിഭാഗത്തെ ഇങ്ങനെ ഭയങ്കര ക്യാപ്ഷനും കാര്യങ്ങളും, അതിന് താഴെ ഞങ്ങളെ പറ്റി ഭയങ്കര നല്ല വർണ്ണിച്ചിട്ടിരിക്കുന്നു. പക്ഷെ കൊടുത്തിരിക്കുന്ന കവർ പിക്ക് എൻ്റെയും വേറൊരാളുടെ പിക്ക്. എന്നിട്ട് ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ ഞാനും ഭുവൻ്റെയും കല്യാണ ഫോട്ടോ. എന്ത് വൃത്തിയോടാണോ കാണിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ? എന്താ ഒരു പെൺകുട്ടിയെ വെച്ച് ഒരു ആൺകുട്ടി, എന്താ പറയുക, കുറേ എണ്ണങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അസൂയുണ്ട്. ഈ ബിഗ് ബോസ് എന്ന ആൾക്കാർ വിൻ ചെയ്ത് പുറത്ത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ സപ്പോർട്ട് ചെയ്തിട്ടുള്ള തോറ്റിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ വിജയിക്കാൻ പറ്റാത്തവർ, അവരുടെയൊക്കെ ഫാൻസ് കയറിയിട്ട് മെഴുകുന്നുണ്ട്. പിന്നെ ഒന്നാമെന്ന് വെച്ചാൽ ഈ ബിഗ് ബോസിൻ്റെ കഴിയുന്ന സമയത്ത് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഹെയ്റ്റ് ഉണ്ട്.
പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ അതിലേറെ കൂടുതൽ അസൂയുണ്ട്. അപ്പോൾ ഈ അസൂയ എല്ലാം കൂടി വരുന്ന സമയത്ത് ഞാൻ കമൻസ് പലതും വായിച്ചിട്ടുള്ളതാണ്. ഇവർക്ക് വിവാഹം കഴിക്കാൻ ഒരുപാട് മുതിർന്നൊരു വ്യക്തി, കുറച്ച് പ്രായമുള്ള ഒരാൾ, ഇതൊക്കെ കിട്ടും എന്നുള്ള കണ്ടീഷനിലാണ് കമൻസ് കംപ്ലീറ്റ് അനുമോൾ റിലേറ്റഡ് ആയിട്ട് വന്നിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഇതുപോലത്തെ ഒരു പയ്യനെ കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ കമൻസ് പറയും. ഇതിപ്പോൾ ആരാണ് ഈ എഴുതി വിട്ടതെന്നറിയില്ല. ഇനി നമ്മൾ പറഞ്ഞ മറ്റേ മഹത് വ്യക്തിയൊക്കെയാണോ എന്ന് അറിയില്ല. കല്യാണം കഴിച്ചു ഒരു ജീവിതത്തിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ച് പോകുമ്പോൾ നിങ്ങൾ ഈ അസൂയയും കുശുമ്പൊക്കെ ആയിട്ടുള്ള ആൾക്കാർ എന്ത് വൃത്തിയുടെ കാണിക്കുന്നത് എനിക്ക് മനസ്സിലായി. എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, നിങ്ങൾ ഈ ചെയ്യുന്ന ആൾക്കാർ പലരുടെയും ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടാത്തത് കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വേണമെന്നും സമാധാനം വേണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ ഒരിക്കലും വേറൊരാളുടെ ജീവിതത്തിൽ മോശം വരണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി കമൻ്റ് ഇടുകയോ ഞാൻ പോയി അവരുടെ ജീവിതം നശിപ്പിക്കാനോ ഞാൻ പോകാറില്ല. കാരണം എനിക്ക് നല്ല സന്തോഷം സമാധാനവും ഉണ്ട് എന്നുള്ള ഒറ്റ ഇതാണ്. പിന്നെ 2, ഇന്നിപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ സമയത്ത് കുറേ കമൻസുകൾ കണ്ടു. എത്ര നാളത്തേക്കാണോ എന്തോ, എന്നാണ് ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതൊരു സ്ഥിര കമൻ്റ് കേട്ടോ. ഈ സെലിബ്രിറ്റീസ് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സാധനം സ്ഥിരമായിട്ട് വരും. ഞാൻ ലൈഫിൽ ഒബ്സർവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഒരാളെ പറ്റി നമ്മൾ നെഗറ്റീവ് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ നാശം സംഭവിക്കുന്നത് അല്ലെങ്കിൽ വളർച്ച ഇല്ലാതിരിക്കാൻ നമുക്ക് കാണാം. നമ്മളങ്ങനെ വിചാരിച്ചാൽ നമുക്ക് വരാം. നേരെ പക്ഷേ നമ്മൾ ആരെക്കുറിച്ചാണോ ഈ നെഗറ്റീവ് വിചാരിക്കുന്നത് അവർ പൊങ്ങി പോയിക്കൊണ്ടിരിക്കും. കാരണം വെച്ചാൽ നമ്മളെപ്പോഴും ഈ നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളെ സമയവും കോൺസെൻട്രേഷൻ, നമ്മളെ പ്രൊഡക്റ്റീവ് ടൈം കംപ്ലീറ്റ് ഇതിൽ പോകും. അവരിതൊന്നും അറിയുന്നില്ല. അവർ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഈ സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ഇടുന്ന ആൾക്കാർ പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഇവർ രണ്ടുപേരുടെയും വിവാഹം എന്ത് ചെയ്തിട്ടാ? ഇതൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ബിഗ് ബോസിനകത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ആസ് എ പാർട്ട് ഓഫ് എ ഗെയിം നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് വിചാരിക്കുക. ബിഗ് ബോസിന് ഇറങ്ങിയതിന് ശേഷം ശരിയാണ് PR-ൻ്റെ കാര്യങ്ങളൊക്കെ പലതും പറഞ്ഞിരുന്നു. ഇറങ്ങിയതിന് ശേഷം എന്ത് ചെയ്തിട്ടാ? എനിക്ക് ചിലപ്പോൾ ഒരു പക്ഷേ തെറി വരുമായിരിക്കും അതിൽ. കാരണം വെച്ചാൽ ഞാൻ ബിഗ് ബോസ് സമയത്ത് അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ജീവിതത്തിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കേണ്ട ഒരാവശ്യമില്ല. കാരണം അവരവരുടെ കാര്യങ്ങൾ നോക്കി പോവുകയാണ്. തമിഴനായതുകൊണ്ട് കാശും കൊണ്ട് മുങ്ങിക്കള അങ്ങനെയുള്ള കുറേ കമൻസിൽ ബാലേനായിട്ടൊക്കെയാണ് ഇത് കമ്പയർ ചെയ്യുന്നത്. മറ്റേ കയ്യില്ലേ പാണ്ടി, മറ്റേ അമൃത ബാല പൊട്ടണ മറ്റേതേ, ദിസ് ഇസ് റാങ്. ബാലേനായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നത് എന്തൊരു കഷ്ടല്ലേ. കണ്ടു. പക്ഷെ എനിക്കിതൊന്നും കണ്ടിട്ട് ഞാനത് കെയർ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇടുന്ന കുറച്ച് ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ അവരെ പറഞ്ഞിട്ട് അവർ നന്നാവാനും പോകുന്നില്ല. കാരണം ഞാൻ എപ്പോഴും ഈ നെഗറ്റീവ് കമൻറ്റ് കാണുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒറ്റൊരു കാര്യമുള്ളൂ, എനിക്ക് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, എനിക്ക് എല്ലാം ഉണ്ട് അല്ലേ. സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇടുന്ന വ്യക്തികളെന്ന് പറയുമ്പോൾ ഒരു ജോലി ഇല്ലാണ്ടിരിക്കുന്നവരാണ്. ഫ്രസ്ട്രേഷൻ കൊണ്ട് ജീവിതം മുട്ടിയിരിക്കുന്നവരാണ്. ഒന്നും ജീവിക്കാൻ പറ്റാതെ വീട്ടിലിങ്ങനെ ജോലിക്കും പോകാണ്ട് ജോലിയില്ല, കയ്യിൽ കാശും ഇല്ലാതെ വെറുതെ ചൊറിയും കുത്തിയിരിക്കുന്ന ആൾക്കാരാണ് ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർ. അതുകൊണ്ട് എൻ്റെ പേജിൽ നിന്നല്ല, ഞാൻ്റെ അക്കൗണ്ടിൽ പോയി ഇങ്ങനെ നെഗറ്റീവ് കമൻ്റ് ഇട്ടാലും ആദ്യം വിചാരിക്കേണ്ട കാര്യം, വിഷമിക്കാൻ പോകരുത്, ആദ്യം വിചാരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ചൊറിയന്മാർ ഒരു പണി ഇല്ലാതിരിക്കുന്നത്. അതിനിപ്പോൾ റിയൽ അക്കൗണ്ട് ആണെങ്കിൽ പോലും കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കാം അവരുടെ ലൈഫിൽ അവരുടെ കുടുംബത്തിൽ സന്തോഷം കിട്ടാത്തത് കൊണ്ടാണ് മറ്റുള്ളവരുടെ ലൈഫ് കാണുമ്പോൾ അവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, അസൂയ കുശുമ്പം ഉണ്ടാവും. അത് തന്നെയാണ്. എനിക്ക് പറഞ്ഞിട്ടില്ല. ഇന്ന് ഫേസ്ബുക്കിൽ ഒരാൾ കിട്ടുന്നപ്പോൾ ഞാൻ നമ്പർ ഉണ്ടായിരുന്നു ഭാഗ്യത്തിന്, ഞാൻ വിളിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട്, നല്ലത്. അപ്പോൾ ഇനി ആരൊക്കെ എന്താ കിട്ടാലും എനിക്കത് പ്രശ്നം. പക്ഷെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഞാൻ റിപ്പോർട്ട് അടിക്കും, ഇല്ലെങ്കിൽ ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കും. സത്യം പറയാമല്ലോ, ഞാൻ നോക്കി നിൽക്കത്തില്ല, ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കും. എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇട്ട് ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കും, സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ സന്തോഷം അത്ര തന്നെയുള്ളൂ. അനാവശ്യമായിട്ട് നമ്മൾ ആരെയും സഹിക്കേണ്ട കാര്യമില്ല അല്ലേ. നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക. ദാറ്റ്സ് ഇറ്റ്. എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യൂ. നമ്മുടെ ആദ്യത്തെ വ്യക്തി ഉണ്ടല്ലോ, ആ ശബ്ദത്തിൻ്റെ ഉടമ, അതാരാണെന്ന് അറിയാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ബാക്കി അറിയാൻ ആകാംക്ഷയുള്ളവർ വെയിറ്റ് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ കൂടുതൽ വചനങ്ങൾ നമ്മളതിനൊരു പ്രത്യേക പരമ്പര ഇൻക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. കാരണം നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് സെലിബ്രിറ്റീസിനെ കുറിച്ചും അല്ലാത്തവരെ കുറിച്ചും പറയാത്ത കാര്യങ്ങളില്ല. കാരണം അദ്ദേഹം ഒരു ത്രിലോകജ്ഞാനിയാണ്. ഇത്രയും അറിവുള്ളൊരു മനുഷ്യൻ നമ്മുടെ നാട്ടിൽ മലയാളിയായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഉള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു ഭാഗ്യമാണ്. എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.